four skills of language. ഏത് ഭാഷ പഠിക്കണമെങ്കിലും we need four skills. Which are the four skills in the language and language learning? LSRW. Listening, speaking, reading and writing. So listening ആണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. Now we are going to speaking. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. So speaking കേസിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? The first thing is mother tongue interference. Mother tongue interference. See, നമ്മുടെ മാതൃഭാഷ ഏതോ ആയിക്കോട്ടെ നമ്മൾ പിന്നീട് പഠിക്കുന്നത് my mother tongue is മലയാളം. അതിനുശേഷം മലയാളം എന്ന് പറയുന്ന എന്റെ ഫസ്റ്റ് ലാംഗ്വേജ് എന്റെ മദർ ടങ് പഠിച്ചതിന് ശേഷം ഞാൻ പഠിക്കുന്ന എല്ലാ ഭാഷകളും സെക്കൻഡ് ലാംഗ്വേജ്. സോ ആ സെക്കൻഡ് ലാംഗ്വേജ് ഞാൻ പറയുമ്പോഴേക്കും ഡെഫിനറ്റ്ലി എന്റെ മദർ ടങ് വിൽ ഇന്റർഫിയർ ഓവർ ദിസ് സെക്കൻഡ് ലാംഗ്വേജ്. സോ ദർ വിൽ ബി മദർ ടങ് ഇന്റർഫറൻസ്. ഒരു മലയാളം എവിടെയെങ്കിലൊക്കെ കയറി വരും. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ മലയാളികൾ CAR കാർ എന്ന് പറയുമ്പോഴേക്കും കാറ് എന്നേ പറയാറുള്ളൂ. അതുകൊണ്ട് എന്ന വാക്ക് വളരെ നന്നായി കേൾക്കാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ബിക്കോസ് ഓഫ് യുവർ മദർ ടങ് ഇന്റർഫറൻസ്. നിങ്ങളുടെ മദർ ടങ്ങിന്റെ ഇന്റർഫറൻസ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ ഓഫ് ദാറ്റ് വേർഡ് ഈസ് കാർ. R remains silent. Car. So this is mother tongue interference, which is very important. And next thing is organs of speech. See, organs of speech. നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോഴേക്കും നമ്മൾ ആ സ്പീച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി which are organs involved in the production of speech sounds. സ്പീച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന organs, involved ചെയ്യുന്ന organs ഏതൊക്കെയാണ്? Let's begin from here. See, there is a thin layer that is diaphragm. Diaphragmത്തിന്റെ തൊട്ട് മുകളിലായിട്ട് we have a pair of lungs. See, lungs ഉണ്ട് for breathing, ശ്വാസം എയർ കിട്ടാൻ വേണ്ടിയിട്ട്. Then trachea, larynx, pharynx, then vocal cords, mouth, nose. ഇത്രയും കാര്യങ്ങളാണ് which is involved in the production of speech sounds. So നമ്മുടെ ശ്വാസം inhale അകത്തേക്ക് എടുക്കുമ്പോഴേക്കും ശ്വാസം താഴേക്ക് പോയി എക്സൈൽ ചെയ്യുമ്പോഴേക്കും പതിയെ മോഡിഫൈ ചെയ്യാൻ. See up the nose is closed. This is the nasal passage. കാറ്റ് മൂക്കിൽ കൂടെ പുറത്തോട്ട് പോകുന്നതിനാണെങ്കിൽ nasal passage എന്ന് പറയും. And if it escapes through oral, mouth വഴി escape ചെയ്യുകയാണെങ്കിൽ we have oral sounds. So if my nasal passage is blocked, is closed, if there is an obstruction, nasal passage obstructed ആണെങ്കിൽ air can only escape through the oral passage. ഇപ്പൊ ഞാൻ പറയുമ്പോഴേക്കും മൂക്ക് കയറി വരുന്നതായിട്ട് തോന്നുന്നില്ലല്ലോ. So my oral, that is oral sounds, oral part in the passage എന്ന് പറയുന്നത് there is no obstruction. ഇപ്പൊ oral എന്തെങ്കിലും ഒരു obstruction ഉണ്ടെങ്കിൽ air can only escape through nasal passage. That is nasal sound. Sounds produced through when air escapes through the nasal passage, such sounds are known as nasal sounds. We have three nasal sounds.